ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. രസ്ന മിഠായി ആസ്വദിക്കൂ. എല്ലാ വെറൈറ്റി ഉണ്ട്. ചക്കുണ്ട്, മാങ്ങണ്ട്, തേങ്ങണ്ട്, ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിണ്ട്, അനാറുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തൃശ്ശൂർ പൂരമൊക്കെ അടുത്ത് വരുന്ന സമയത്ത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കണ്ടില്ലെങ്കിൽ എന്താല്ലേ. അപ്പോൾ നമ്മൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അകത്ത് ചെന്ന് എത്രയൊക്കെ കടകൾ തുറന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവങ്ങൾ, പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. എക്സിബിഷനിൽ കയറിനേക്കാട്ടും മുമ്പുള്ള റൈറ്റ് സൈഡിലുള്ളതാ ഈ ജ്യൂസ് കട. അതൊരു ടേസ്റ്റ് തന്നെയാണ്. വേനൽക്കാലത്ത് അങ്ങനെ ഒരു കട ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റിന് 40 രൂപയാണ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ 4 പേരും കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് കാണുന്ന കടയാട്ടോ ഈ രാജസ്ഥാനി ബെഡ്ഷീറ്റിന്റെ കട. ബെഡ്ഷീറ്റ് മേടിക്കേണ്ട യാതൊരു കാര്യം എനിക്കില്ലെങ്കിലും വെറുതെ ഒരു പ്രഹസനത്തിന് ഞാൻ അവിടെ വന്ന് അത് ഇതൊക്കെ ഒന്ന് നോക്കി പോവാന്ന് വെച്ചു. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടൂലേ. ഇനി വേറൊരു കട ഇതേപോലത്തെ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെന്തിട്ടാ ബോളല്ലേ ഇങ്ങോട്ട്? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. ഒരു തെണ്ടി ഈ സാധനം പൊട്ടിച്ച്. അങ്ങനെ കയറിയ വഴിയാണ് നമുക്ക് ധനനഷ്ടം മാനഹാരി ഉണ്ടായത്. പിന്നെ നമുക്ക് അവര് പറഞ്ഞ റേറ്റ് തന്നെ എടുത്ത് കൊടുക്കേണ്ടി വന്നു. ഗൈസ്, അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് എന്റെ പൈസ പൊട്ടിച്ചേ. 20 രൂപ ബാക്കിയുണ്ട് നമുക്ക്. ഞാൻ അടുത്ത കട പൊട്ടി. കുറച്ചപ്പുറത്ത് ബെഡ്ഷീറ്റിന്റെ കടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കടയാട്ടാ വരുന്നത്. നമ്മൾ സാധാരണ വീട്ടിലേക്കുള്ള കത്തികൾ എക്സിബിഷൻ വരാറാവുമ്പോ തന്നെയാണ് മേടിക്കാറ്. ദേടാ, ഇവിടെ 3 ബെഡ് ഷീറ്റ് പ്ലസ് 6 സെയിം റേറ്റ് അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം. ഈ സിഗരറ്റ് വലിക്കുള്ളവർക്ക് ഇതേ വേറെ ഒരു സിഗരറ്റ് മിഠായി ഉണ്ട്. നിങ്ങളുടെ സിഗരറ്റ് വലിക്കണ ഫ്രണ്ടിന് ഇത് വന്ന് മേടിച്ചു കൊടുത്തോളൂ. നല്ല സൂപ്പർ സാധനം അല്ലേ. പിന്നെയുള്ള വെറൈറ്റീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാണാത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തുവാ? ഇതെന്തു മിഠായ? ചക്കക്കുരു മിഠായി. പുതിയ വെറൈറ്റി ആണോ? മിഠായി കട കണ്ടാ പിന്നെ എങ്ങനെയാലേ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാണ്ട് അവിടെ നിന്ന് പോരുക. അപ്പൊ പിന്നെ നോസ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരു മിഠായി എടുത്തിട്ട് അവിടെ നിന്ന് പോന്ന്. മിക്ക മിഠായിയുടെ പാക്കറ്റിന് 20 രൂപയുള്ളൂ. ഇപ്പത്തെ കടകളിലൊന്നും ഞാൻ ഇങ്ങനത്തെ മിഠായി ഒന്നും കാണാറില്ല. ഇവിടെ വരുമ്പോ മാത്രം ഇത്ര അധികം വെറൈറ്റീസ് കാണാറില്ല. അപ്പൊ പിന്നെ എന്തായാലും അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചിട്ട് പോവാന്ന്. വരുന്നില്ലല്ലോ. ഇനി ഇവിടെ തന്നിട്ട് പോയാൽ മതി. ഇനി ഇവിടെ തന്നിട്ട് പോയാ മതി. രസം കിട്ടാ. രസ്ന കഴിക്കണ പോലെ അല്ലേ തനി? രസ്ന മിഠായി, രസ്ന മിഠായി ആസ്വദിക്കൂ. തൊട്ടപ്പുറത്തെ സ്റ്റോളിൽ പോയപ്പോ കണ്ട വെറൈറ്റി ആയിട്ടോ. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അത് ചോക്ലേറ്റ് പോലത്തെ ഉള്ള ഡയറി. ഇതാണെങ്കിൽ ചോക്ലേറ്റിന്റെ സ്മെല്ലും ഉണ്ടായിരുന്നു. ഓറിയോന്റെ ബിസ്ക്കറ്റിലെ ഷേപ്പിലും ഉണ്ടായിരുന്നു. പിന്നെ സാധാ കാഡ്ബറീസിന്റെ ഷേപ്പിലും ഉണ്ടായിരുന്നു. നല്ല സ്മെല്ല്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോ ബാക്കിയുള്ളവർക്ക് കാണിച്ച് ഷൈൻ ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെ കേട്ടോ. പിന്നെ ഇതേ കുറെ മണി, ഡോളേഴ്സ്, ഷൂ ടൈപ്പ് ഷാർപ്നർ ഒക്കെ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഹിന്ദിക്കാരുടെ കടയായിരുന്നു കേട്ടോ. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വുമൻസിനൊക്കെ പറ്റിയ ചുരിദാർ സെറ്റിന്റെ ഒരു കട. ഫ്ലമിംഗോ അറിയില്ല, ഒറ്റക്കാലിൽ നിൽക്കണ പക്ഷി. 3 കിട്ടിയാ? വയറിലാവട്ടങ്ങട്. അടുത്ത കട പോയിട്ട് അടുത്ത പ്രശ്നം. അപ്പൊ ഇവർക്കൊരു ടാറ്റ. പേരെന്തായിരുന്നു? ഒരു യൂട്യൂബർ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരേ പേരുള്ള ആൾക്കാർ. മലപ്പുറം കത്തി എന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഇതാണ് പാലക്കാട് കത്തികൾ. നല്ല വെറൈറ്റി തരം കത്തികളുണ്ട്, നല്ല മൂച്ചുള്ള കത്തികളാണ്. ഒരു വിഷയമല്ല, ഞാൻ എടുത്തെറിയാണ് ഗൈസ്. എത്ര പൈസയാണ്? ഓക്കെ, ശരി. കത്തിയിട്ട് കുട്ടികൾക്കുള്ള സ്കെച്ച്, പേന ബുക്ക്, അങ്ങനത്തെ കളറിങ് ബുക്ക്, ഇഷ്ടം പോലെ ഐറ്റംസ്. സ്കെച്ച് ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ച് കളയാനും പറ്റും. നമ്മുടെയൊക്കെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലേ? ആണെങ്കിൽ ഞാൻ എത്ര ഫോട്ടോസ് നല്ല ഭംഗിയാക്കി തീർത്തേന്. നമ്മൾ മൈക്രോഗ്രെയിൻസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തില്ലേ? അപ്പം നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് കടയാട്ടോ. ഇവിടെ നിന്ന് തന്നെ തുടങ്ങിക്കോ പരിപാടി. ഇഷ്ടം പോലെ വിത്തുകൾ, എന്താ പറയുക, വഴുതന, പടവലം, അങ്ങനെ ഒരുപാട് മല്ലി, ഇഷ്ടം പോലെ നല്ല ഫ്രഷ് വലിയ വലിയ സാധനങ്ങൾ. ഇത്
ഹൈബ്രിഡ് ആ അതല്ല ഹൈബ്രിഡ് വിത്തുകളാണ് ഇതായി ഇരിക്കണതൊക്കെ കണ്ടില്ലേ. നല്ല അടിപൊളി പാക്കേജിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാട്ടോ ഇവിടെ നിന്ന് കിട്ടുക. നമ്മൾ നേരത്തെ പൊട്ടിച്ച സാധനമാണ്. എനിക്ക് ട്രൈ ചെയ്യണ്ട. ക്രെയിനൊക്കെ JCB എൻ്റെ അമ്മേ, പിള്ളേർക്കൊക്കെ കണ്ട ഇത് മതിയില്ലേ. ആദ്യത്തെ കട ഇനി കുറച്ചൊന്ന് നീങ്ങുമ്പോൾ ലേഡീസിന് ഇഷ്ടം പോലെ കളക്ഷൻസുകൾ വേറൊരു കടയുണ്ട് കേട്ടോ. പോരാത്തതിന് തൊട്ടപ്പുറത്ത് കാറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിപ്പിള്ളേര് മാത്രല്ല ഇപ്പൊ മുതിർന്നവരുടെ ഇടയിലും ഒരു ഫാഷൻ ആലോ. എന്ത് പഞ്ചാബി പഞ്ചാബി തടുക്ക. അപ്പൊ ഇതോ നവരാത്രി മിക്സ്. അതെ അതെ ഇതിലുണ്ട് ഡാൻസ്. महाराष्ट्र स्पेशल थोड़ा लेमन, थोड़ा ग्रीन चिली, थोड़ा टमाटो, अनियन, कुकुम्बर डालो, आपका चना जोर गरम स्पेशल. ചോളത്തിന്റെ വെറൈറ്റി സാധനം കേട്ടോ അത്. കൊള്ളാം. എനിക്ക് ആ കഴിച്ചതിനേക്കാളും ഇഷ്ടം ഇതാ. നല്ല വെറൈറ്റി ടേസ്റ്റ്. ഇത് കുറച്ച് സ്വീറ്റ് ഒക്കെ ആയിട്ടുള്ള ഏകദേശം. ഇതേതാ? ചോളത്തിന്റെ പാസ്ത, മസാല പാസ്ത. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റാ. കൊള്ളാം. വേറെ പക്വട പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്, പ്ലെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ പാനിപൂരി ഒക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഗാർലിക് പപ്പടോ. വെറൈറ്റി സാധനങ്ങളാട്ടോ. ഗാർലിക് ഫ്ലേവർ. ഗാർലിക് പപ്പട് കുഴപ്പമില്ലടാ. വെറുതെ പപ്പടം കഴിക്കാനേക്കാളും രസം ഗാർലിക് പപ്പടം കഴിക്കാൻ. സിംഗിൾ പാക്കറ്റ് 150, 2 പാക്കറ്റ് 200. അപ്പം 2 പാക്കറ്റ് എടുക്കാമല്ലോ ലാഭം. ഗേൾസൊക്കെ ഇവിടെ വരുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. കാരണം ഹിന്ദിക്കാരൊക്കെ വരുമ്പോൾ നല്ല വെറൈറ്റി കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ടാവും. അത് 350 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പലാസോ ഇതൊക്കെ ഫിക്സഡ് റേറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ അതൊക്കെ വില പേശി മേടിക്കും. ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട് പലാസോയുടെ. നല്ല പ്രിൻ്റൊക്കെ ഉള്ള പലാസോട്ടാ. പിന്നെ അപ്പുറത്ത് ജീൻസ് ഉണ്ട് 650 റുപ്പീസ് ഉള്ളൂ കേട്ടോ ജീൻസിനൊക്കെ. അതെ ഞാനിവിടുത്തെ ആളാന്ന് വിചാരിക്കും. ഇതേ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ജീൻസുകൾ, കുറേ കളറുകളുണ്ട്, സിമ്പിളായിട്ടുള്ളതുണ്ട്. ആ അതെ ചുരിദാർ കളക്ഷൻസ് കൂടി കാണിക്കാനാണ് അവർ പറയണത്. അപ്പോൾ അതെ ഇഷ്ടം പോലെ ചുരിദാർ കളക്ഷൻസും ഉണ്ട്. സിമിതേ എന്നിട്ട് മുണ്ട് കണ്ടപ്പോൾ അതേ ഫുൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടാ. ഒന്ന് ഉടുത്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഇനി സ്വല്പം ട്രഡീഷണൽ ആവാന്നൊക്കെ. ഇങ്ങനെയാണോ വരിക? പിന്നല്ല. ആ ലക്ഷദ്വീപിലൊക്കെ മുണ്ട്. ലക്ഷദ്വീപുകാരനാണ്. നമ്മുടെ തൃശ്ശൂരിലെ മുണ്ട് എടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അവിടെ നിന്ന് മുണ്ടില്ലേ? ലക്ഷദ്വീപില് മുണ്ടില്ലേ? ആ പിന്നെ പോയാണെന്ന്. ആ ഒരെണ്ണമായിട്ടായിട്ട് എടുത്തത്, 3 എണ്ണം അല്ല, ഒരെണ്ണമായിട്ട് എടുത്തു. അങ്ങനെ യാസിൻ ഹാപ്പി. തൊട്ടപ്പുറത്ത് പൂരം സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. ടിഷ്യൂ സാരികൾക്ക് 50% ഡിസ്കൗണ്ട് ആണ്. ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് എല്ലാ വെറൈറ്റി ഉണ്ട്. ചക്കുണ്ട്, മാങ്ങണ്ട്, തേങ്ങണ്ട്, ഓറഞ്ചുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരി ഉണ്ട്, അനാറുണ്ട്, പിസ്ത ഉണ്ട്. ഇതൊന്നും കഴിച്ചേക്കാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. സ്പെഷ്യൽ ഐറ്റം കൈമണ്ണ. ഇതെന്താ സംഭവം? മസ്കൂത്ത് ഹൽവ ഞാൻ കേട്ടിട്ടില്ല. അതൊരു വെറൈറ്റി തന്നെയാട്ടോ. അതുപോലെ സുന്ദരിക്ക് ഒരു മുന്തിരി ആയിട്ടേ ഞാൻ വീണതില്. ഇത് കഴിച്ചോക്കടാ. കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. മസ്കൂത്ത് ഹൽവ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കടയിൽ കിട്ടുമോ? അമ്മായിമാർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. എടങ്ങേറുള്ള അമ്മായിമാർക്ക് കൊടുക്കാൻ പറ്റിയാലോ കാന്താരി. കഴിക്കാനൊക്കെ പറ്റും. അത്ര എരിവൊന്നുമില്ല. നമ്മുടെ ജുനൈസിന്റെ ചായയുള്ള ചേട്ടന് ടാറ്റാ. മാറി ഇന്ന് ഒരു 3 എണ്ണം. എന്നിട്ട് ഞാൻ കടയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുമ്പോ കളക്ട് ചെയ്ത സാധനങ്ങൾ തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണ്ടായിരുന്നു. മെഹന്തി കോൺസ്. ഓ ഇവിടെയാണ് താല്പര്യം. ഇതെന്ത് കട ഇത്? മൈസൂർ ടേസ്റ്റ്. ഓക്കെ മൈസൂർ ഐറ്റംസ് ഒക്കെ ഉള്ള വേറൊരു കടയാട്ടോ. അതായത് ലേസ്, പിന്നെ ബീട്രൂട്ടിൻ്റെ എന്താണ്ട് ഒരു സാധനം, പിന്നെ കപ്പലണ്ടി ഇട്ട വേറെ എന്താണ്ട് ഒരു സാധനം, ഗ്രീൻ പീസ്,
ഇത് ഞാൻ സ്ഥിരം കഴിക്കാറുള്ള ഒരു സാധനം തന്നെയാട്ടോ, ഗ്രീൻ പീസിന്റെ ഒരു സംഭവം. ചേട്ടൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണുള്ളൂ എന്ന് തോന്നുന്നു. ഫ്രീ ഫ്രീ ഫ്രീ. ഊട്ടി ബേക്കറിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണേ ഉള്ളൂ കേട്ടോ, അത് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. പിന്നെ തൊട്ടപ്പുറത്ത് ചട്ടികളുടെ 6 ചട്ടികൾ 100 രൂപ. വാവ്, 5 ചട്ടികൾ 100 രൂപയ്ക്കൊക്കെ നല്ല ഓഫറാണ് അല്ലേ. ഇവിടെ ശബ്ദം കേൾക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഇവിടെ ഭയങ്കര നോയ്സ് ഉണ്ട് അല്ലേ. ആമ്പിള്ളേരെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഏക കടയാന്ന് തോന്നുന്നു ജേഴ്സികളുടെ കട. നെയ്മർ, റൊണാൾഡോ എല്ലാം ഉണ്ട്. അടുത്ത ഇഷ്ടമുള്ള ഭാഗം എന്തിട്ടാന്ന് പറയാം, ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് കയറി വരുമ്പോൾ തന്നെ ജ്യൂസിന്റെ ഒരു കടയുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, എപ്പോൾ നോക്കിയാലും തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ആകെയുള്ളൊരു സമാധാനം എനിക്ക് ഈ കടയാണ് കേട്ടോ. കൃഷ്ണ ഊഞ്ഞാലിൽ ഇരിക്കണ ഈ വലിയ ഐറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഗിഫ്റ്റ് കൊടുക്കാറുള്ള ഒരു ഐറ്റമാണ് ഈ സാധനം. ഗൈസ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട്. ഗൈസ് നമ്മുടെ കൂടെ വന്ന 2 എണ്ണത്തിനെ കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. ഒന്ന് തപ്പി നോക്കട്ടെ. അവിടെ സഞ്ചി ആട്ടിക്കൊണ്ട് വരുന്നു. പോയതാ നിങ്ങളിടയ്ക്ക് വെച്ച് കാണാണ്ടായില്ല. ആരാ? നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിനൊക്കെ എത്രയാ വരുന്നേ? 1080. നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പർ. അവിടെ ജീൻസിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ജീൻസിന്റെ. മിറർ വർക്കുകളൊക്കെ ഉള്ള ധോത്തീസ്, ഇതൊക്കെ ധോത്തിയല്ല ദുപ്പട്ട, മിറർ വർക്കൊക്കെ ഉള്ള ദുപ്പട്ടകളൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ അവിടെ വന്നോളൂ. നെല്ലിക്ക, വെളുത്തുള്ളി, മാങ്ങ, ഇതെന്താ വലിയ വെട്ടുമാങ്ങ, പഞ്ചാബി മാങ്ങയാണോ ഇത്? പഞ്ചാബി മാങ്ങ, മുളക്, രാജസ്ഥാനി ചില്ലി, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതും ഗാർലിക് അല്ലേ, ഗാർലിക്. പിന്നെ ഇത് കടലയാ, സ്മോൾ മാംഗോ, കണ്ണിമാങ്ങ. അതെ, കണ്ണിമാങ്ങയുടെ വെറൈറ്റി. ഇതെന്ത് സംഭവം? മുളകിന്റെ എന്തൊരു വലിയ മുളകാണോ നോക്കി, ഭയങ്കര വലിയ മുളകല്ലേ. അങ്ങനെ ഒത്തിരി വെറൈറ്റി കടകളുണ്ട് കേട്ടോ ഇവിടെ. തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാനും അവരുടെ എനർജി ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണ് ആ കടകളൊക്കെ കണ്ട് 2 കമന്റ് ഒക്കെ അടിച്ച് ബജ്ജി അല്ലെങ്കിൽ പോപ്കോൺ ഒക്കെ മേടിച്ച് അങ്ങ് നടന്നു പോവാൻ എന്ത് രസമുള്ള കാര്യല്ലേ. ക്ഷീണിച്ചു ഒരു വിധായി ഗൈസ്. അങ്ങനെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയെങ്കിലും സമാധാനം വന്നു തുടങ്ങി. ഇതിലധികം ആൾക്കാരൊന്നും കയറിയിട്ടില്ല, ഒരു ഐറ്റത്തിൽ 1-2 ആൾക്കാരൊക്കെ വെച്ചിട്ട് ഇരിക്കണുള്ളൂ. അവിടെ നിന്ന് ഒരു ബജ്ജി കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇരുന്നെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ ബജ്ജി ഡൈജസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐറ്റത്തിലൊക്കെ കയറിയിരിക്കുക എന്ത് സുഖമുള്ള കാര്യം അതറിയാം. അടിപൊളി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുള്ളൂ, ഇതാണെങ്കിൽ കാല് കഴിച്ചിട്ട് വയ്യ. എറിഞ്ഞു ഒരേ കൂടെയുള്ളൂ. ഒരു ബോളും ഉണ്ട് ഗൈസ്, അത് കിട്ടും. നമ്മളിത് പണ്ടേ വിട്ട കേസാണ് ഗൈസ്. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു സംഭവം കേട്ടോ ഈ സാധനം. 6 റിംഗ് 50 രൂപ. ഇത് 6 തവണ ഇടണം അങ്ങനെയല്ലേ? അല്ല, ഗാംബ്ലിംഗ് പണ്ടേ ഇഷ്ടല്ലേ. 6 തവണ 6 ഇട്ട് കഴിഞ്ഞാൽ TV കിട്ടും. സൈക്കിള് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണ്ട, ഒന്നും ചവിട്ടി പോവാ. TV ഇട്ടാ അങ്ങനെ തന്നെ കൊണ്ട് വിൽക്കുന്നു. എന്താ പേർക്കൊരു മസാല പാൻപൂരി. ബംഗാളികള് ഷെയ്ഡ് വാർത്തും പോണ പോലെ കവറിട്ടും തൂക്കി പോണ. വെക്കേഷൻ ആയ സമയത്ത് കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിപ്പിച്ച് കളിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് ഈ ഐറ്റത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഏറ്റവും അറ്റത്ത് നോക്കിയിട്ടേ ഇരിക്കാറ്. അത്രയും ഒരു നൊസ്റ്റു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ തൃശ്ശൂർ എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടത്തെ എൻ്റെ നൊസ്റ്റു കാർട്ടൂണായിരുന്നു ചോട്ടാബി. 2 പേരുണ്ട്. പിന്നെ ആനയുടെ ആരും ഇല്ല. കുട്ടി പിള്ളേർക്ക് കളിക്കാൻ ട്രെയിനൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇതൊക്കെ ഇത് മാംഗോ. ഇതേതാ? ഇത് ഫിഗാനാണ്. ഇത് മാംഗോ. ഇത് ചോക്ലേറ്റ്. ഇത് പേരറിയാത്ത ഏതോ ഒരു സാധനം ആരുടെയോ. കുറച്ച് നക്കിയിട്ടുണ്ട് ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് ഈ സെക്ഷനിലോട്ട് വരുമ്പോ ഇവിടെ കടകളൊക്കെ പൊന്തി വരുന്നല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ ടയേർഡായി ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ മക്കളെ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.